ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മാക്രോ എക്കണോമിക്സ് കൺസംഷൻ ഫങ്ഷൻ തിയറിയിൽ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു തിയറിയാണ്. അതായത് റാൻഡം വോക്ക് മോഡൽ എന്ന് പറയും. റാൻഡം വോക്ക് മോഡൽ പ്രധാനമായിട്ടും ഇത് MA-ക്കാർക്കുള്ളതാണ്, BA-ക്കും ഉണ്ട്. BA-ക്കും MA-ക്കും കൊള്ളാവുന്ന ഒരു പോർഷനാണ് റാൻഡം വോക്ക് മോഡൽ. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് ഹാൾ എന്ന് പറയും. റോബർട്ട് ഹാൾ. നമ്മൾ കൺസംഷൻ ഇൻകം തിയറീസ് പലത് പഠിച്ചിട്ടുണ്ട്. ലൈഫ് സൈക്കിൾ ഇൻകം ഹൈപ്പോത്തിസിസ്, പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, അതുപോലെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം എന്ന് പറയുന്നത് LCH ആൻഡ് PIH ആണ്. LCH മീൻസ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ഓഫ് മോഡിഗ്ലാനി. PIH എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ഇൻകം തിയറി ഓർ ഹൈപ്പോത്തിസിസ് ഓഫ് മിൽട്ടൺ ഫ്രീഡ്മാൻ. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ തിയറിക്കകത്ത് അവർ പറയുന്നത് ദർ ഈസ് സെർട്ടൻറ്റി ഇൻ ദ ലെവൽ ഓഫ് ഇൻകം. അതാണ് അവർ പറയുന്നത്, സെർട്ടൻറ്റി അബൌട്ട് ഇൻകം. അതായത് ദ കൺസംഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു ദ സെർട്ടൻറ്റി ഇൻ ഇൻകം ലെവൽ. അപ്പോൾ അവരുടെ തിയറിയിലെല്ലാം അവർ പറയുന്നതാണ് ഇൻകത്തിനൊരു സെർട്ടൻറ്റി ഉണ്ട്, ഒരു നിശ്ചിതത്വം ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് ഇൻകത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. അതിനെ ആസ്പദമാക്കി കൺസംഷൻ നടത്താം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താ, സെർട്ടൻറ്റി ഇൻ ഇൻകം, സെർട്ടൻറ്റി ഇൻ ദ ലെവൽ ഓഫ് ഫ്യൂച്ചർ ഇൻകം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഹാൾ അതിനെ എതിർക്കുന്നു. റോബർട്ട് ഹാൾ പറയുന്നു അല്ല, ദർ ഈസ് നോ സെർട്ടൻറ്റി ബട്ട് ദർ ഇസ് ആൻ എലിമെൻറ്റ് ഓഫ് അൺസെർട്ടൻറ്റി ഇൻ ദ ഇൻകം ലെവൽ. അതാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന പോലെ LCH-ലോ PIH-ലോ ഒക്കെ പറയുന്ന പോലുള്ള സെർട്ടൻറ്റി അല്ല ഇൻകം, ബട്ട് ദർ ഈസ് ആൻ അൺസെർട്ടൻറ്റി ദ ലെവൽ ഓഫ് ഇൻകം, അൺസെർട്ടൻറ്റി ഇൻ ദ ലെവൽ ഓഫ് ഇൻകം. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ ഇൻകം കനോട്ട് ബി പ്രഡിക്റ്റബിൾ. നമുക്ക് ഫ്യൂച്ചർ ഇൻകത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്രത്തോളമാണ്, ഏത് തരത്തിലാണ് നമുക്ക് ഇൻകം കിട്ടുന്നതെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻകം ഈസ് നോട്ട് പ്രഡിക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഫ്യൂച്ചർ ഇൻകം ലെവൽ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് റോബർട്ട് ഹാൾ പറയുന്നത്. ദാറ്റ് മീൻസ് ദർ ഈസ് ആൻ അൺസർട്ടൻറ്റി, എലിമെൻറ്റ് ഓഫ് അൺസർട്ടൻറ്റി ഇൻ ഫ്യൂച്ചർ ഇൻകം ലെവൽ എന്ന് അയാൾ പറയുന്നുണ്ട്. സോ ദിസ് റൈസസ് ദ വാലിഡിറ്റി ഓഫ് അതർ കൺസംഷൻ ഫങ്ഷൻ തിയറീസ്. അപ്പോൾ ഇങ്ങനെ അൺസർട്ടൻറ്റി ഇയാൾ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. ഇതുവരെ പറഞ്ഞ LCH, PIH, ആബ്സല്യൂട്ട് ഇൻകം തിയറി, ഇതിനെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ വാലിഡിറ്റിയെ. അപ്പോൾ ശരിയാണ്, ഹാൾ പറയുന്ന പോലെ അൺസർട്ടൻറ്റി ഉണ്ട്. അപ്പോൾ സെർട്ടൻറ്റി എന്ന് പറയുന്ന ആ ഇൻകം തിയറീസിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. സോ ഹാൾ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഓർ എ മോഡേൺ തിയറി റിലേറ്റഡ് ടു ഇൻകം കൺസംഷൻ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് കോൾഡ് റാൻഡം വോക്ക് തിയറി ഓർ റാൻഡം വോക്ക് മോഡൽ. അപ്പോൾ അങ്ങനെ ഇതിൽ അതായത് LCH-ലും PIH-ലും ഒക്കെ തന്നെ ഒരു സെർട്ടൻറ്റി ഉണ്ട് ഇൻകം. പക്ഷേ ഹാൾ പറയുന്നു നോ, അൺസർട്ടൻറ്റി ഇൻ ദ ലെവൽ ഓഫ് ഇൻകം എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ന്യൂ തിയറി ഓഫ് കൺസംഷൻ ഫങ്ഷൻ ഈസ് റിലേറ്റഡ് ഓർ ഫിൽഡ് വിത്ത് അൺസർട്ടൻറ്റി ദാറ്റ് ഈസ് ഇൻ LCH ആൻഡ് PIH. അപ്പോൾ PIH-ലായാലും LCH-ലായാലും സെർട്ടൻറ്റി അല്ല, അൺസർട്ടൻറ്റി എലിമെൻ്റ് ഉണ്ട് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ദ മോഡേൺ വേർഷൻ ഓഫ് LCH ആൻഡ് PIH. അല്ലെങ്കിൽ അയാൾ അതിനെ വിളിക്കുന്നു LCPI ഹൈപ്പോത്തിസിസ്. LC എന്ന് പറഞ്ഞാൽ ലൈഫ് സൈക്കിൾ, PI എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ഇൻകം. അപ്പോൾ LCPI ഹൈപ്പോത്തിസിസ് ഓർ കോൾഡ് റാൻഡം വോക്ക്. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ, റാൻഡം വോക്ക് മോഡൽ ഒരു ഡിസോർഡർ ആയിട്ട് പോവുക. അതായത് നമുക്കിപ്പോൾ അൺസർട്ടൻറ്റി, ഞാൻ പറഞ്ഞല്ലോ, പ്രൈസ് ലെവലിൽ, കൺസംഷൻ ലെവല്, ഇൻകം ലെവല്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഷെയർ മാർക്കറ്റിലൊക്കെ തന്നെ പിന്നെ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇൻകം ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരുമാതിരി ഇല്ല കള്ളുകുടിയന്മാർ നടക്കുന്ന പോലെ. കള്ളുകുടിയന്മാരുടെ പോക്കെന്ന് പറഞ്ഞാൽ കുടിച്ചു, മുന്നോട്ട് പോയി, ചിലപ്പോൾ ഉരുണ്ട് വീണെന്നിരിക്കും, പിന്നെ എണ്ണിച്ചു, പിന്നെ നടന്നു, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വേച്ച് നടന്നു, ഡിസോർഡറായിട്ട് പോവുക. ആ ഡിസോർഡർ രീതിയിലാണ്. അപ്പോൾ അവർ പോകുന്ന ആ ഒരു ഡിസോർഡർ രീതി ഉണ്ടല്ലോ, ആ ഡിസോർഡർ രീതിയാണ് റൈസിങ് ഓർ ഫോളിങ് ഇൻകം ഇൻ ആൻ എക്കോണമി. അപ്പോൾ ഇൻകത്തിൻ്റെ റൈസിങ്ങോ ഫോളിങ്ങോ ഒക്കെ ഈ ഒരു റാൻഡം വേയിലൂടെ, ഒരു ഡിസോർഡർ വേയിലൂടെ പോകുന്നത്. ഒരിക്കലും സെർട്ടൻറ്റി അല്ല, അൺസർട്ടൻറ്റിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ്, ഈ ഇൻകത്തിൻ്റെ അകത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളത് കൊണ്ടാണ് ഈ തിയറി അയാൾ ഏത് പേരിട്ട് വിളിച്ചത്, റാൻഡം വോക്ക് മോഡൽ അല്ലെങ്കിൽ കൺസംഷൻ തിയറി അണ്ടർ അൺസർട്ടൻറ്റി എന്ന് പറയും. അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ PI അല്ലെങ്കിൽ പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, ഇതിലൊക്കെ തന്നെ സെർട്ടൻറ്റി ഇൻ ദ ലെവൽ ഓഫ് ഇൻകം. ഒരു പോയിന്റ് അത് ഓർത്തിരുന്നോണം, സെർട്ടൻറ്റി അവരൊക്കെ പറയുന്നത് സെർട്ടൻറ്റി ഇൻ ദ ലെവൽ ഓഫ് ഇൻകം. സോ കൺസ്യൂമർ
ഈസ് റാഷണൽ, കൺസ്യൂമർ ഹാസ് എ റാഷണൽ ബിഹേവിയർ ഇൻ ദ മാർക്കറ്റ്. കൺസ്യൂമർ റാഷണൽ ബിഹേവിയർ നമ്മൾ നേരത്തെ മുതലേ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൺസ്യൂമർ ഒരു റാഷണൽ ബിഹേവിയർ ഉള്ളവനാണ്. അപ്പോൾ സർട്ടൻറ്റി അബൌട്ട് ദെയർ ഇൻകം, അതുപോലെ തന്നെ ഒരു റാഷണൽ ബിഹേവിയറും ഉള്ളവരാണെന്ന് LCPI ഹൈപ്പോത്തസിസ് പറയുന്നു. അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോൾ അവിടുത്തെ ഇക്വേഷൻ ഇതാണ്, ലൈഫ് ടൈം യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ലൈഫ് ടൈം ഇൻകം. അതാണ് ഒരു സർട്ടൻറ്റി ഉണ്ട്. അപ്പോൾ ലൈഫ് ടൈം യൂട്ടിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈഫ് ടൈം ഇൻകം, ദാറ്റ് ഈസ് സർട്ടൺ, ഇൻകം ലെവൽ സർട്ടൺ ആണെന്ന് പറയുന്നു. ദെൻ ഹിയർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, ആ കേസിൽ അതായത് സർട്ടൻറ്റി ഇൻകം ആൻഡ് റാഷണൽ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഈസ് എന്താണ്, MUCT മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു MUCT ദാറ്റ് ഈസ് ഈക്വൽ ടു MUCT പ്ലസ് 1. അപ്പോൾ MU മാർജിനൽ യൂട്ടിലിറ്റി കൺസംഷൻ റിലേറ്റഡ് ടു പ്രീവിയസ് പീരീഡ്, കൺസംഷൻ റിലേറ്റഡ് ടു കറണ്ട് പീരീഡ്, അതുപോലെ കൺസംഷൻ റിലേറ്റഡ് ടു കമ്മിങ് പീരീഡ്, നെക്സ്റ്റ് പീരീഡ്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ വരുന്ന അതായത് ന്യൂ ഇയർ ആണെങ്കിലും എല്ലാം തന്നെ ആ പീരീഡിലെല്ലാം തന്നെ മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആണെന്നാണ് ഈ തിയറികളിലൊക്കെ പറയുന്നത്. ഏതിൽ LC അതുപോലെ തന്നെ PI എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെയാണ് അൺസർട്ടൻറ്റി എലിമെൻറ്റ് ഈസ് ഇൻക്ലൂഡഡ് ബൈ റോബർട്ട് ഹാൾ. അപ്പോൾ ഇവിടെ അൺസർട്ടൻറ്റി അതായത് ഇൻകത്തിൽ അൺസർട്ടൻറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഓൾസോ ചേഞ്ചസ്. അപ്പോൾ ഇത്രയും വരെ അവരുടെ രീതി കറക്റ്റാണ്. ഈ ഇക്വേഷൻ അവരുടെ രീതിയിൽ, ഈ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ, മോഡി ഗ്ലാനിയുടെ ഒക്കെ രീതിയിൽ അത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ വെച്ച് തെറ്റും. കാരണം എന്താ, ഇയാൾ പറയുന്നു, റോബർട്ട് ഹാൾ പറയുന്നു, ആൻ എലിമെൻറ്റ് ഓഫ് അൺസർട്ടൻറ്റി ഇൻ ദ കേസ് ഓഫ് ഇൻകം ലെവൽ, അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ചേഞ്ചസ്. അപ്പോൾ അവിടെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ചേഞ്ചസ് ചെയ്യാണ്. അവിടെ ഇയാൾ ഒരു പുതിയ പോയിന്റ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഹാള്, അതാ റാഷണൽ എക്സ്പെക്റ്റേഷൻ. നമുക്കറിയാം റാഷണൽ എക്സ്പെക്റ്റേഷൻ, കാരണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ സാലറി അല്ലെങ്കിൽ വേജസ് ഒക്കെ ഫ്യൂച്ചർ പീരീഡിൽ റേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഇൻകം റേസ് ചെയ്യും, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻകം ഫാളും ചെയ്യും. ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ ആ അൺസർട്ടൻറ്റി അയാൾ വിളിക്കുന്ന പേരാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പീപ്പിൾ ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ഇൻകം ലെവൽ ആൻഡ് ഓൾസോ ദെയർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു കൺസ്യൂമറിന് അവൻ്റെ ഇൻകം ലെവൽ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കണം, അതിനെപ്പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഇൻകം ബേസ്ഡ് സ്പെൻഡിങ്ങും അവൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻഫർമേഷൻ അബൌട്ട് ഇൻകം ആൻഡ് ഓൾസോ യൂട്ടിലിറ്റി ഓഫ് ദാറ്റ് ഇൻകം ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അൺസർട്ടൻറ്റിയുടെ യൂസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ അങ്ങ് മാറുകയാണ്. ദ മോഡിഫൈഡ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് മാർജിനൽ യൂട്ടിലിറ്റി T+1 ദാറ്റ് CT+1 എന്നാണ്. ഇത് CT ആണ്. CT+1 എന്ന് പറഞ്ഞാൽ വരുന്ന കൺസംഷൻ, അതുപോലെ MUCT എന്ന് പറഞ്ഞാൽ കറണ്ട് കൺസംഷൻ. അപ്പോൾ കറണ്ട് കൺസംഷനും ഫ്യൂച്ചർ കൺസംഷനും കൂടെ ചേരുന്ന ആ മാക്സിമം പോയിൻ്റാണ് ഇത് മോഡിഫൈഡ് യുമാക്സ്, അതായത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് MU മാർജിനൽ യൂട്ടിലിറ്റി CT+1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു MUCT. അതായത് കറണ്ട് കൺസംഷൻ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നതും വരുന്ന നെക്സ്റ്റ് ഓർ കമ്മിങ് യൂട്ടിലിറ്റി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കുമെന്നാണ് മോഡിഫൈഡ് യുമാക്സിലൂടെ ഇയാൾ പറയുന്നത്. അതുപോലെ തന്നെ ഇയാൾ പിന്നെയും പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ PIH ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻസ് ഓൺ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻസ് ഓൺ ടോട്ടൽ കൺസംഷൻ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ വീണ്ടും ഒരു ചെറിയ ചേഞ്ച്, എന്താ, E ഇൻറ്റു CT+1 ദാറ്റ് ഈസ് ഈക്വൽ ടു CT. അതായത് മാർജിനൽ യൂട്ടിലിറ്റിക്ക് പകരം CT+1 ദാറ്റ് ഈസ് ഈക്വൽ ടു CT. അപ്പോൾ അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻസ് ഓൺ ടോട്ടൽ കൺസംഷൻ. അങ്ങനെയാണെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കൺസ്യൂമേഴ്സും ഒരു എക്സ്പെക്റ്റേഷൻ അബൌട്ട് ദെയർ ഇൻകം ഉണ്ട്, അതായത് ഫ്യൂച്ചർ റൈസ് ഇൻ ഇൻകം. എല്ലാവരും അതേ ആഗ്രഹിക്കത്തുള്ളൂ. അവരുടെ വേജ് റേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻകം ലെവൽ ആണെങ്കിലും ഫ്യൂച്ചറിൽ റൈസ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കും. അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ്ഡ് ഇൻകം ലെവൽ എന്നൊക്കെ ഇതിനെ പറയും, സർപ്രൈസ് ഇൻകം എന്ന് പറയും. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്, എന്നാലും അപ്രതീക്ഷിതമായിട്ട് അവർക്കൊരു ഇൻകം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ, അതിനെ സർപ്രൈസ് എന്നാണ് പറയുന്നത്. ആ സർപ്രൈസിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റാഷണൽ എക്സ്പെക്റ്റേഷൻ, ലൂക്കാസ് എന്നൊക്കെ പറയുന്ന എക്കണോമിസ്റ്റ് അതൊക്കെ പറയുന്നുണ്ട്, ലൂക്കാസ് മോഡലിൻ്റെ അതിലൊക്കെ പറയുന്നത് റാഷണൽ എക്സ്പെക്റ്റേഷൻ. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് നമ്മുടെ എക്കോണമിയിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ആ സർപ്രൈസിനെ അയാൾ വിളിക്കുന്ന പേരാണ്, ആ സർപ്രൈസ് ലെവൽ ഓഫ് ഇൻകം ആൻഡ് കൺസംഷനെ അയാൾ വിളിക്കുന്ന പേരാണ് E എന്ന് പറയും. ഓർത്തിരുന്നോണം.
അപ്പോൾ ഒരു സർപ്രൈസ് ഇൻകം ലെവൽ റിലേറ്റഡ് ടു കൺസംഷൻ. നമുക്ക് എക്സ്ട്രാ ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എക്സ്ട്രാ ഇൻകം കൊണ്ട് നമ്മളൊരു അഡീഷണൽ കൺസംഷൻ നടത്തും. അത് അൺസർട്ടൺ ആണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ ന്യൂ ഇക്വേഷൻ ഈസ് സി ടി പ്ലസ് 1 ഈക്വൽസ് സി ടി പ്ലസ് ഇ. ആ ഈ സ്മോൾ ലെറ്റർ ആണ് ഈ ബാറെന്നോ ഈ ഇൻ്റഗ്രൽ എന്നോ ഒക്കെ പറയാം. അപ്പോൾ ഈ എന്ന് നമുക്ക് പറഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്റ്റഡ് കൺസംഷൻ ഡ്യൂ ടു എ സർപ്രൈസ് റൈസ് ഇൻ ഇൻകം. സോ എക്സ്പെക്റ്റഡ് കൺസംഷൻ, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഓൺ കൺസംഷൻ ലെവൽ, നമ്മുടെ കൺസംഷൻ ലെവലിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻഡിച്ചർ ഡ്യൂ ടു എ സർപ്രൈസ് റൈസ് ഇൻ പ്രൈസ് ലെവൽ, ദാറ്റ് ഈസ് റാൻഡം വോക്ക് മോഡൽ. അതിനെയാണ് ഇയാൾ കറക്റ്റായിട്ട് റാൻഡം. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു സർപ്രൈസ് ഇൻകം കാണും, ഒരു സർപ്രൈസ് റൈസ് ഇൻ ഇൻകം കാണും. അങ്ങനെ സർപ്രൈസ് റൈസ് ഇൻ ഇൻകം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൺസംഷൻ ലെവലും കൂടുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് അൺസർട്ടൻറ്റി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെ അൺസർട്ടൻ ആയിട്ട് ഒരു സർപ്രൈസ് ഇൻകം റൈസ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകും, അല്ലെ ഓരോ ഇൻഡിവിജ്വലിനുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബേസിൽ അവരുടെ കൺസംഷനെ അവർ ചേഞ്ച് ചെയ്യും. അങ്ങനെ സർപ്രൈസ് റൈസ് ഇൻ ഇൻകം ലീഡ്സ് റൈസ് ഇൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് റാൻഡം വോക്ക് മോഡൽ. അതിനെയാണ് അയാൾ റാൻഡം വോക്ക് മോഡൽ എന്ന് പറയുന്നത്. ഓർത്തിരുന്നതാണ്. അപ്പോൾ അൺസർട്ടൻറ്റി ഇൻ ഇൻകം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ബേസ്ഡ് ഓൺ ദാറ്റ് അൺസർട്ടൻറ്റി ഇൻ ഇൻകം കൺസ്യൂമർ അഡ്ജസ്റ്റഡ് ദെയർ കൺസംഷൻ ഫംഗ്ഷൻ ഓർ കൺസംഷൻ ഓർ ദെയർ പർച്ചേസിംഗ് പവർ. അപ്പോൾ ഈ അൺസർട്ടൻറ്റി ലെവൽ ആ ഇൻകത്തെ ആസ്പദമാക്കി ഒരു ആവറേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ റാഷണൽ ബിഹേവിയർ ഉള്ള കൺസ്യൂമർ അവൻ്റെ കൺസംഷനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നാണ് ഇയാൾ പറഞ്ഞത്. സോ അൺഎക്സ്പെക്റ്റഡ് റൈസ് ഇൻ ഇൻകം ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ കൺസംഷൻ. തീർച്ചയായിട്ടും അതായത് റൈസ് ഇൻ കൺസംഷൻ റൈസ് ഇൻ ഇൻകം മീൻസ് റൈസ് ഇൻ കൺസംഷൻ ആൻഡ് വൈസ് വേഴ്സ. ദാറ്റ് മീൻസ് എ ഫോൾ ഇൻ ഇൻകം മീൻസ് ഫോൾ ഇൻ കൺസംഷൻ. നമ്മളിപ്പോൾ ഇൻകം റൈസ് ചെയ്യുന്നു അല്ലെ ഇൻകം കൂടുന്നു എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാലും ചിലപ്പോൾ കുറയുകയും ചെയ്യാം. അപ്പോൾ റൈസ് ഇൻ ഇൻകം വന്നാൽ ഓട്ടോമാറ്റിക്കലി റൈസ് ഇൻ കൺസംഷൻ. നേരെ മറിച്ച് ഫോൾ ഇൻ ഇൻകം ആണെങ്കിൽ ഫോൾ ഇൻ കൺസംഷൻ. അപ്പോൾ ഒരു റാൻഡം വോക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ലെവലില്ലാതെ ഡിസോർഡർ ആയിട്ട് പോകുന്ന ഒരു വോക്കാണ്. കാരണം ഇത് അൺപ്രഡിക്റ്റബിൾ ആണെന്നാണ് ഇയാൾ പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ. സോ എ ചേഞ്ച് ഇൻ കൺസംഷൻ ഡ്യൂ ടു അൺസർട്ടൻറ്റി ദാറ്റ് ഈസ് എ റാൻഡം ചേഞ്ച് ഇൻ കൺസംഷൻ. അപ്പോൾ നമ്മുടെ കൺസംഷൻ്റെ അകത്തിൽ ഒരു റാൻഡം ചേഞ്ച് എപ്പോഴും ഉണ്ടാകും ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ഓർ അൺസർട്ടൻറ്റി, ദ ലെവൽ ഓഫ് uncertainty or the element of uncertainty in the level of income leads a change, a random change in consumption is called Robert Hall's random walk theory of consumption. മനസ്സിലായല്ലോ? ഓക്കെ.